പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി യാതങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്നത്തെ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേഷൻസ് ആണ്. അതിൽ ഒന്നാമത്തേത് അടുത്ത ആഴ്ചത്തെ റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്ത മത്സരങ്ങളെ സംബന്ധിച്ചാണ്. അടുത്ത ആഴ്ചത്തെ റോ എപ്പിസോഡ് നെറ്റ്ഫ്ലിക്സിലേക്ക് പ്രീമിയർ ചെയ്യപ്പെട്ടതിന് ശേഷം ആദ്യ ആനിവേഴ്സറി ആഘോഷിക്കുന്ന റോ എപ്പിസോഡാണ് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. കൂടാതെ സ്ട്രേഞ്ചർ തിങ്സ് എന്ന് പറയുന്ന ഒരു സീരീസ്, ആ സീരീസുമായിട്ടുള്ള ഒരു കൊളാബറേഷൻ അടുത്ത റോ എപ്പിസോഡിൽ നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ സർപ്രൈസ് ആയിട്ടുള്ള എലമെൻറ്റുകൾ പ്രതീക്ഷിക്കാം. 3 ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ CM പങ്ക് ബ്രോൺ ബ്രേക്കറിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. നിങ്ങളുടെ പ്രിഡിക്ഷൻ ആർക്കൊപ്പമാണെന്നുള്ളത് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. രണ്ടാമത്തേത് വുമൻസ് ടാഗ് ടീം ചാമ്പ്യന്മാരായ കബൂക്കി വാരിയേഴ്സ് ആസ്ക, കൈറി സെയിൻ തുടങ്ങിയവരുടെ ടീം റിയ റിപ്ലി, ഇയോ സ്കൈ തുടങ്ങിയവർക്കെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. ഈ മത്സരത്തെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രഡിക്ഷൻസും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മൂന്നാമത്തേതും അവസാനത്തേതുമായി നിലവിൽ കൺഫേം ചെയ്തിട്ടുള്ളത് വുമൻസ് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ മാക്സീനിയോ ഡുപ്രി ബെക്കി ലഞ്ച് എന്ന സൂപ്പർ താരത്തിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന റീമാച്ച് ആണ്. ഈ മത്സരത്തെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രഡിക്ഷൻ ആർക്കൊപ്പമാണെന്നുള്ളതും കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. റോ എപ്പിസോഡിൽ ടോട്ടൽ 4 മത്സരങ്ങളാണ് ഈ ആഴ്ചയും നടന്നിട്ടുണ്ടായിരുന്നത്. അതിൽ 2 മത്സരങ്ങൾ ഒരു സാധാരണ ഒരു സിംഗിൾസ് മത്സരമായിട്ടാണ് നടന്നത്. അതിൽ ആദ്യത്തേത് ഗുന്തർ വേഴ്സസ് ആർ ട്രൂത്ത് തമ്മിലുള്ള മത്സരമാണ്. അപ്പോൾ ജോൺസണിയെ പരാജയപ്പെടുത്തിയതിലുള്ള ദേഷ്യം, ജോൺസണിയെ ഡിസ്റെസ്പെക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആർ ട്രൂത്ത് ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ ഗുന്തറിനോട് ചൂടാകുന്നത് തുടർന്ന് വന്ന ഒരു മത്സരമാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഗുന്തർ വളരെ ബ്രൂട്ടലായിട്ടും ഡൊമിനൻ്റ് ആയിട്ടും ആർ ട്രൂത്തിനെ സബ്മിഷനിലൂടെ പരാജയപ്പെടുത്തുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ആരാധകർ കൂടുതൽ ഇഷ്ടപ്പെടുന്ന വെറ്ററൻ റെസ്ലേഴ്സ് അവരെ പരാജയപ്പെടുത്തി ഒരു ക്രൂര വില്ലൻ എന്നുള്ളൊരു രീതിയിലേക്ക് ഗുന്തറിൻ്റെ ക്യാരക്ടർ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായി നമുക്ക് കാണാൻ സാധിച്ചത് ഹോൾ ഓഫ് ഫെയിമറായ റെയ് മിസ്റ്റീരിയോയും ദ വിഷൻ ഗ്രൂപ്പിലേക്ക് പുതുതായി ചേർന്നിട്ടുള്ള ഓസ്റ്റിൻ തിയറിയും തമ്മിലുള്ള ഒരു 1-on-1 മത്സരമായിരുന്നു. മത്സരത്തിൽ ഓസ്റ്റിൻ തിയറിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ദ വിഷൻ ടീമിലെ മറ്റൊരു മെമ്പറായ ലോഗൻ പോൾ റിംഗ് സൈഡിൽ ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് മത്സരം ഗംഭീരമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ലോഗൻ പോൾ മത്സരത്തിൽ ഇടപെടുകയും മത്സരം ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ അവസാനിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അതിനുശേഷം റെയ് മിസ്റ്റീരിയോയെ ഇവർ ആക്രമിക്കുമ്പോൾ പെൻഡയുടെ ഇഞ്ചുറി മാറിയിട്ടുള്ള ഒരു തിരിച്ചുവരവ് പെൻഡ നടത്തുന്നുണ്ട്. പെൻഡ വന്നിട്ട് റെയ് മിസ്റ്റീരിയോയെ രക്ഷിക്കുന്നു. പെൻഡയും റെയ് മിസ്റ്റീരിയോയും ചേർന്ന് ഓസ്റ്റിൻ തിയറിയെയും ലോഗൻ പോളിനെയും അടിച്ച് റിങ്ങിൻ്റെ വെളിയിലേക്ക് ഇടുന്നതും നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ പെൻഡയുടെ തിരിച്ചുവരവിലൂടെ 2 പോയിന്റുകളാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഒന്ന്, ദ വിഷൻ ഗ്രൂപ്പ് മിഡ് കാർഡ് ലെവലിൽ സ്റ്റോറികൾ ചെയ്യും. അവർ ആ മിഡ് കാർഡ് ലെവലിലുള്ള സ്റ്റോറി മുന്നോട്ടേക്ക് കൊണ്ടുപോകും എന്നുള്ളൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്. അതിൽ പെൻഡ, റെയ് മിസ്റ്റീരിയോ തുടങ്ങിയവർക്കെതിരെ ടാഗ് ടീം മത്സരമൊക്കെ കളിച്ചവർ അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകും. മറ്റൊന്ന്, പെൻഡയും റെയ് മിസ്റ്റീരിയോയും ടീം ആയിക്കൊണ്ട് ടാഗ് ടീം ഡിവിഷനിൽ ഒരു കൈ നോക്കാനുള്ള സാധ്യതകളുണ്ട്. 1-2 മത്സരങ്ങൾ ടാഗ് ടീം ഡിവിഷനിൽ ഈ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് റേ, പെൻഡ തുടങ്ങിയവരുടെ ടീമായിട്ടുള്ള ഒരു ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചേക്കാം. അപ്പോൾ ഈ 2 കാര്യങ്ങളും സ്റ്റോറി ലൈനും പെൻഡയുടെ തിരിച്ചുവരവിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നീട് നടന്ന 2 മത്സരങ്ങളിൽ ഒന്നാമത്തെ ചാമ്പ്യൻഷിപ്പ് മത്സരം നിലവിലെ വുമൻസ് വേൾഡ് ചാമ്പ്യനായ സ്റ്റെഫനി വെക്കർ, ഹോൾ ഓഫ് ഫെയിമറായ നിക്കി ബെല്ല, ജഡ്ജ്മെൻറ്റിൻ്റെ ഫാക്ഷനിലെ അംഗമായ റെഗിൽ റോഡ്രിഗസ് തുടങ്ങിയവർക്കെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത ട്രിപ്പിൾ ത്രെറ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. കിടിലൻ പെർഫോമൻസ് 3 പേരുടെ ഭാഗത്തു നിന്നും കാണാൻ സാധിച്ചു. എടുത്തു പറയേണ്ടത് റെഗിൽ റോഡ്രിഗസിൻ്റെ പ്രകടനത്തെക്കുറിച്ചിട്ടാണെന്നാണ് എൻ്റെ അഭിപ്രായം. എന്താണെന്ന് വെച്ചാൽ നല്ല കിടിലൻ പവർ ഹൗസ് ക്യാരക്ടറും പവർ ഹൗസ് ആയിട്ടുള്ള ഒരു റെസ്ലർ എങ്ങനെ പെർഫോം ചെയ്യണം എന്നുള്ളതും റെഗിൽ റോഡ്രിഗസ് ഈ ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരത്തിലൂടെ കാഴ്ചവെച്ചിട്ടുണ്ട്. കൂടാതെ എടുത്തു പറയേണ്ടത് ജഡ്ജ്മെൻറ്റിൻ്റെ ടീമിൻ്റെ ഉള്ളിൽ എന്തായാലും ഒരു ബ്രേക്കപ്പ് 2026 നമുക്ക് പ്രതീക്ഷിക്കാം. ഒന്നുകിൽ ജനുവരി മാസത്തിൽ തന്നെ അത് നമുക്ക് കാണാൻ സാധിച്ചേക്കാം. അതിൻ്റെ സൂചനകൾ നൽകുന്നുണ്ട്. മിക്കവാറും റെഗിൽ റോഡ്രിഗസിനെ ആ ടീമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നതായിട്ടായിരിക്കാം നമുക്ക് കാണാൻ സാധിക്കുക. റെഗിൽ റോഡ്രിഗസിന് നിലവിൽ കൊടുക്കുന്ന ഒരു പരിഗണന അനുസരിച്ച് താരത്തെ ഈ ഒരു ഫാക്ഷൻ്റെ പുറത്തേക്ക് എത്തിച്ച് ഇൻഡിവിജ്വലാക്കി പുഷ് കൊടുക്കാൻ സാധ്യതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ മത്സരം തന്നെ ഒരു ഉദാഹരണത്തിന് എടുക്കുക. നല്ല കിടിലമായിട്ട് റെഗിൽ റോഡ്രിഗസ് ഇങ്ങനെ പെർഫോം ചെയ്യുന്നു. റെഗിൽ റോഡ്രിഗസ് വിജയിച്ചേക്കാവുമോ എന്നുള്ളൊരു സംശയം ആരാധകർക്കിടയിൽ വരുന്നു. അതേ സമയത്ത് സ്റ്റെഫനി വെക്കർ റെഗിൽ റോഡ്രിഗസ് പിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് താരത്തെ
ആ റിങ്ങിൻ്റെ പുറത്തേക്ക് തള്ളിയിട്ട് പിന്നീട് നിക്കി ബെല്ലയെ പിൻ ചെയ്തിട്ടാണ് ടൈറ്റിൽ റിട്ടേൺ ചെയ്തത്. അപ്പോൾ റഗൽ റോഡ്രിഗസിൻ്റെ ക്യാരക്ടറിനെ അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. റഗൽ റോഡ്രിഗസിൻ്റെ മൊമെൻറ്റം നഷ്ടപ്പെടാതെ അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ റഗൽ റോഡ്രിഗസിന് നല്ലൊരു പുഷ് 2026 കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് 2025 ഏറ്റവും അവസാനത്തെ റോ എപ്പിസോഡിൽ നമുക്കിന്ന് കാണാൻ സാധിച്ചത്. കിടിലമായിട്ടുള്ള ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരമായിരുന്നു. ഇനി മെയിൻ ഇവൻറ്റിലേക്ക് വരികയാണെങ്കിൽ പുതിയ ടാഗ് ടീം ചാമ്പ്യന്മാരായി ഊസോസ്, AJ സ്റ്റൈൽസ്, ഡ്രാഗൺ ലീ തുടങ്ങിയവരെ പരാജയപ്പെടുത്തുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഗംഭീരമായിട്ടുള്ള ഒരു അവസാന 5 മിനിറ്റാണ് ഈ മത്സരത്തിൻ്റെ നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഫിനിഷേഴ്സ് ഇട്ട് സ്റ്റൈൽസ് ക്ലാഷും ഊസോസ് സ്പ്ലാഷും ഊസോസിൻ്റെ സൂപ്പർ കിക്കും സ്പിയറും ഒക്കെ ഇട്ട് ഗംഭീരമായിട്ടുള്ള സ്വീക്വൻസ്. അവസാനം AJ സ്റ്റൈൽസിനെ, ഡ്രാഗൺ ലീ തുടങ്ങിയവരുടെ ടീമിനെ പരാജയപ്പെടുത്തി ഊസോസ് പുതിയ ടാഗ് ടീം ചാമ്പ്യന്മാർ ആകുന്നു. അവരുടെ ചരിത്രത്തിൽ 9ാമത്തെ തവണയാണ് അവർ ഈ ഒരു ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ക്യാപ്ചർ ചെയ്യുന്നത്. അപ്പോൾ ഗ്രേറ്റസ്റ്റ് ടാഗ് ടീമുകളിൽ ഒന്ന് ഊസോസ് ആണെന്ന് പറഞ്ഞാൽ തെറ്റ് പറയാൻ സാധിക്കില്ല. ഊസോസ് എന്തുകൊണ്ട് പിന്നെയും ടാഗ് ടീം ഡിവിഷനിലേക്കും ടാഗ് ടീം ചാമ്പ്യന്മാർ ആയി എന്ന് ചോദിക്കുമ്പോൾ ടാഗ് ടീം ഡിവിഷനെ സ്ട്രോങ് ആക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ മുഖ്യ ലക്ഷ്യം. ഇപ്പോൾ സ്മാക്ഡൗണിലാണെങ്കിലും റോയിലാണെങ്കിലും ടാഗ് ടീം ഡിവിഷൻ ഇപ്പോൾ അടഞ്ഞിരിക്കുന്ന ഒരു നിലവിലൊരു കാര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ, കുറച്ച് മാസങ്ങൾക്ക് മുൻപ് വരെ സ്മാക്ഡൗണിലെ ടാഗ് ടീം ഡിവിഷൻ സ്ട്രോങ് ആയിരുന്നു. പക്ഷേ അങ്ങനെ ഒരു സ്ട്രോങ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. വൈറ്റ് സിക്സ് നല്ല സ്റ്റോറി ടാഗ് ടീം ടൈറ്റിലിന് വേണ്ടി ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. അവരുടെ സ്റ്റോറി ഫാക്ഷൻസ് ബേസ് ആയിട്ടാണ് പോകുന്നത്. ഊസോസ് ടാഗ് ടീം ചാമ്പ്യന്മാർ ആകുമ്പോൾ റോയിൽ ടാഗ് ടീം ഡിവിഷനെ കേന്ദ്രീകരിച്ച് നല്ല സ്റ്റോറി അവർക്ക് ചെയ്യാൻ സാധിക്കും. എന്താണെന്ന് വെച്ചാൽ ഊസോസിലെ ജെയും ജിമ്മിയും നല്ല ക്യാരക്ടർ കൊണ്ടുപോകുന്നവരാണ്. അപ്പോൾ ഇവരുടെ ക്യാരക്ടറിന് അനുസൃതമായി അവർക്ക് നല്ലൊരു സ്റ്റോറി ബിൽഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ടാഗ് ടീം ചാമ്പ്യന്മാർ ആക്കുന്നതോടുകൂടി ഇവരുടെ കഥാപാത്രത്തെ കേന്ദ്രീകരിച്ച് നല്ല സ്റ്റോറി അവർക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടായിരിക്കാം ഊസോസിനെ പിന്നെയും ടാഗ് ടീം ചാമ്പ്യന്മാർ ആക്കിയത് എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് നിലവിലെ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ ഡൊമിനിക് മെയ്സ്റ്റിരിയോയെ സംബന്ധിച്ചാണ്. ഡൊമിനിക് മെയ്സ്റ്റിരിയോയ്ക്ക് ഇഞ്ചുറി പറ്റി എന്നുള്ളത് ഇന്നത്തെ റോ എപ്പിസോഡിലൂടെ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു റൂമർ കറങ്ങി നടക്കുന്നുണ്ട്. ഇന്നത്തെ റോയിലൂടെ അത് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. ഡൊമിനിക് മെയ്സ്റ്റിരിയോയുടെ ഷോൾഡറിനാണ് ഇഞ്ചുറി പറ്റിയിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അനിശ്ചിതകാലത്തേക്ക് ഡൊമിനിക് മെയ്സ്റ്റിരിയോ മാറി നിൽക്കേണ്ടി വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡൊമിനിക് മെയ്സ്റ്റിരിയോ ടൈറ്റിൽ ഡ്രോപ്പ് ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള യാതൊരുവിധ വാർത്തകളും നിലവിൽ പുറത്തേക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ടൈറ്റിൽ ഡ്രോപ്പ് ചെയ്യില്ല എന്ന് കരുതാം. ഡൊമിനിക് മെയ്സ്റ്റിരിയോയ്ക്ക് ഇഞ്ചുറി പറ്റുന്നത് ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കഴിഞ്ഞ AAA ഷോയ്ക്ക് ഇടയിലാണ്. മെയിൻ ഇവരിലെ ടാഗ് ടീം മത്സരത്തിന് ഇടയിലാണ് ഡൊമിനിക് മെയ്സ്റ്റിരിയോയുടെ ഷോൾഡറിന് ഇഞ്ചുറി പറ്റുന്നത്. എന്തായാലും സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി ആയിരിക്കില്ല എന്ന് നമുക്ക് കരുതാം. പെട്ടെന്നൊരു റിക്കവറി ഉണ്ടാകട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കാം. ഡൊമിനിക് മെയ്സ്റ്റിരിയോ ഇപ്പോൾ കത്തി നിൽക്കുന്ന യുവതാരങ്ങളിൽ ഒരാളാണ്. ഡൊമിനിക് മെയ്സ്റ്റിരിയോയെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണുന്നത് വരെ ബൈ.